കോഴിക്കോട് താമരശ്ശേരിയിൽ ക്ലാസ് മുറിയിൽ വാറ്റ് ചാരായവുമായി 2 വിദ്യാർത്ഥികൾ പിടിയിലായി. അധ്യാപകർ നടത്തിയ പരിശോധനയിലാണ് ഈ ചാരായം കണ്ടെത്തിയത്. തുടർന്ന് കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. രണ്ടാം അച്ഛനാണ് മദ്യം നിർമ്മിക്കുന്നത് എന്ന് വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. നിരവധി കുട്ടികൾക്ക് വ്യാജ മദ്യം എത്തിച്ചു നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സരീഷ് പി കെ വിവരങ്ങളുമായി ചേർന്നു. സരീഷ്, ശരിക്കും സംഭവിച്ചത് എന്താണ് സരീഷ്? ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. താമരശ്ശേരിയിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്, ഹൈസ്കൂളാണ്. അവിടെ വിദ്യാർത്ഥികളിൽ മദ്യ ഉപഭോഗം വളരെ കൂടുന്നുണ്ട് എന്ന് വ്യാപകമായി പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ അധ്യാപകർ തന്നെ ക്ലാസുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇന്നലെ പരിശോധന നടത്തിയപ്പോഴാണ് ഒരു കുട്ടിയുടെ ബാഗിലെ വാട്ടർ ബോട്ടിൽ ചാരായം, അതായത് വാറ്റ് ചാരായം കണ്ടെത്തിയത്. അങ്ങനെ കുട്ടിയെ പ്രത്യേകം ഓഫീസിലേക്ക് വിളിക്കുന്നു. ആ ഓഫീസിൽ വിളിച്ചതിന് ശേഷം കുട്ടിയോട് കാര്യം തിരക്കുന്നു. അപ്പോഴാണ് പറഞ്ഞത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് തനിക്കിത് നൽകിയത്, മറ്റ് വിദ്യാർത്ഥികൾക്ക് കൂടി ആ കുട്ടി എത്തിച്ച് നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഈ വിദ്യാർത്ഥി പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥിയോട് ചോദിച്ചപ്പോഴാണ് തന്റെ വീട്ടിൽ നിന്നാണ് ഇത് കിട്ടിയത് എന്നും പല ആളുകൾക്കും ഇത് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ 10ാം ക്ലാസ്സുകാരൻ സ്കൂളിലെ അധ്യാപകരോട് പറയുന്നത്. പിന്നീട് താമരശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. താമരശ്ശേരി പോലീസ് ഈ സ്കൂളിലെത്തുകയും ആദ്യം ഈ കുട്ടികളുമായി സംസാരിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ഈ 10ാം ക്ലാസ്സുകാരൻ്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നു. അവിടെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 82 കുപ്പി വ്യാജ ചാരായം പോലീസ് കണ്ടെത്തുകയാണ്. ഈ രണ്ടാം അച്ഛനാണ്, ഈ 10ാം ക്ലാസ്സുകാരൻ്റെ രണ്ടാം അച്ഛനാണ് ഈ മദ്യം നിർമ്മിച്ചിരുന്നത്, അല്ലെങ്കിൽ ചാരായം നിർമ്മിച്ചിരുന്നത് എന്നുകൂടി കണ്ടെത്തുന്നു. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നിലവിൽ എന്തായാലും പോലീസ് ഇവരുടെ രണ്ടുപേരുടെയും, ഈ 2 വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗൗരവകരമായ കുറ്റമായതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ രണ്ടുപേരെയും ഈ പോലീസ് വിട്ടയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം 10ാം ക്ലാസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളിൽ നിന്നാണ് ഇത്തരത്തിൽ വാറ്റ് ചാരായം കണ്ടെത്തുന്നത്. അതും സ്കൂളിലെ തന്നെ നിരവധി കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അവരത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ സംഭവത്തിന്റെ ഗൗരവം വളരെ വലുതായി കാണേണ്ടതാണ്.